ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്കൊരു ഹാൻഡ് കർച്ചീഫ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് കാണാം. അതിനായിട്ട് ഞാനൊരു കോട്ടൺ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്ലോത്തിനെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിത് 10 ഇഞ്ച് വെച്ചിട്ടാണ് ഈ 4 സൈഡ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു സൈഡ് 10 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഈ എൻഡിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്ന ആ എൻഡ് കോണി ഇരിക്കാൻ പാടില്ല. കോണിയാണ് ഇരിക്കുന്നതെങ്കിൽ കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ട് വേണം മാർക്ക് ചെയ്ത് കൊടുക്കാൻ. നമ്മളത് കോണി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്താൽ നമ്മുടെ കർച്ചീഫിനൊരു ഷേപ്പ് വരത്തില്ല. അത് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാനും പറ്റത്തില്ല. ഇനി അതുപോലെ അടുത്ത സൈഡ് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ 10 ഇഞ്ച് വെച്ച് സ്ക്വയറായിട്ട് കട്ട് ചെയ്താലും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് 10 ഇഞ്ച് കിട്ടത്തില്ല. നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ അളവ് ശകലം നമുക്ക് കുറഞ്ഞിട്ടാണ് കിട്ടുന്നത്. ഇനി നമ്മൾ മാർക്ക് ചെയ്ത പ്ലേസിലൊക്കെ അങ്ങനെ സ്ട്രൈറ്റ് ലൈൻ വരച്ച് കൊടുത്തിട്ട് അവിടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. 4 സൈഡും കോണാതെ നല്ല സ്ട്രൈറ്റായിട്ട് നിങ്ങൾ കട്ട് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ഇനി നമ്മൾ ക്ലോത്തിൽ റൈറ്റ് സൈഡും റോങ് സൈഡും കണ്ടുപിടിക്കണം. അപ്പോൾ കണ്ടോ, ഈ പാർട്ടാണെങ്കിൽ റോങ് സൈഡാണ്, ഇതിൻ്റെ ഈ വശമാണ് റൈറ്റ് സൈഡ്. പക്ഷെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ റോങ് സൈഡ് വേണം നിങ്ങൾ തിരിച്ചിടാൻ. ആ ഭാഗത്താണ് നമ്മൾ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ 4 സൈഡും 1/2 ഇഞ്ച് വെച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. വേണമെങ്കിൽ നിങ്ങൾക്ക് 1 ഇഞ്ചും എടുക്കാം. പക്ഷേ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് കുറച്ച് കുഞ്ഞായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതാണ് കാണാനൊരു ഭംഗി. എന്നിട്ട് മാർക്ക് ചെയ്ത പ്ലേസുകളിലൊക്കെ ലൈൻ വരച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മളൊരു 1/4 ഇഞ്ച് മടക്കണം. എന്നിട്ട് അതിനെ വീണ്ടും ഒരു മടക്ക് കൂടെ മടക്കണം. അപ്പോൾ നമുക്ക് ആ 1/2 ഇഞ്ച് കറക്റ്റായിട്ട് വരുമ്പോൾ നമ്മൾ 2 മടക്ക് മടക്കിയിരിക്കും. അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം. ഇല്ല, നിങ്ങൾക്ക് ഈ പ്ലേസ് കുറച്ച് വലുതായിട്ട് വേണമെങ്കിൽ 1/2 ഇഞ്ചിൽ ആദ്യം മടക്കിയിട്ട് വീണ്ടും ഒരു മടക്ക് കൂടെ നിങ്ങൾ മടക്കിയാൽ മതി. അപ്പോൾ 1 ഇഞ്ച് കിട്ടും. പക്ഷേ കുഞ്ഞായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതാണ് കാണാൻ ഭംഗി. അതുകൊണ്ട് 1/4 ഇഞ്ച് മടക്കിയിട്ട് വീണ്ടും ഒരു മടക്ക് കൂടെ മടക്കി കൊടുക്കാം. അപ്പോൾ ആദ്യം 1/4 ഇഞ്ചിന് ഒരു മടക്ക് മടക്കിയതിന് ശേഷം വീണ്ടും ഒരു പ്രാവശ്യം കൂടി അതുപോലെ മടക്കുക. എന്നിട്ട് നമുക്ക് ഇതുപോലെ അങ്ങറ്റം വരെ ഒന്ന് മടക്കിയിട്ട് അതിനൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് പിടിച്ചങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് വിട്ടാൽ മതി. അതങ്ങനെ നിൽക്കും. ഇല്ല, അങ്ങനെ നിന്നില്ലെങ്കിലും നിങ്ങൾ പ്രശ്നമില്ല. നമുക്ക് കുറച്ചായിട്ട് ഇതുപോലെ മടക്കി മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ സ്റ്റാർട്ടിങ് പോയിന്റിൽ നീഡിൽ വെച്ചതിന് ശേഷം നമ്മൾ ബാക്ക് സ്റ്റിച്ച് ഇട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് കെട്ടിട്ട് കൊടുത്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മളിതുപോലെ മടക്കി മടക്കി കൊടുത്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്തിട്ടേ വരണം. മടക്കി ഇങ്ങനെ പിടിച്ച് വലിക്കാൻ പാടില്ല. കറക്റ്റായിട്ട് ഒന്ന് ലൂസായിട്ട് ആ ക്ലോത്ത് നിൽക്കുന്നതിനനുസരിച്ച് അങ്ങനെ വിട്ടിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതുപോലെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ ആ എൻഡിൽ കൂടി തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സെയിം കളറിലാണ് നിങ്ങൾ നൂലെടുക്കേണ്ടത്. പക്ഷെ ഞാനിവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വേറെ കളറിലാണ് നൂലെടുത്തിട്ടുള്ളത്. ഇങ്ങനെ നിങ്ങൾ ശകലം മടക്കി അങ്ങ് എൻഡ് വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നമ്മൾ എൻഡിൽ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമ്മൾ വീണ്ടും അതുപോലെ ബാക്ക് സ്റ്റിച്ച് ഇട്ടിട്ട് വേണം സ്റ്റോപ്പ് ചെയ്യാൻ. ഇനി അതുപോലെ തന്നെ നെക്സ്റ്റ് സൈഡ് അതുപോലെ ഫോൾഡ് ചെയ്ത് ബാക്ക് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്ത് അതുപോലെ എൻഡ് വരെ സ്റ്റിച്ച് ചെയ്യണം. എൻഡിൽ നിങ്ങൾ ബാക്ക് സ്റ്റിച്ച് യൂസ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യണം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൽ ആ ഫോൾഡിൻ്റെ എൻഡിൽ കൂടി തന്നെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യണം. അതുപോലെ തന്നെ നെക്സ്റ്റ് സൈഡും ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നോട്ടിട്ട് കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റിച്ച് ചെയ്ത് എൻഡിൽ വരുമ്പോൾ വീണ്ടും നമുക്ക് ബാക്ക് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. സെയിം പ്രൊസീജിയറിൽ തന്നെ നമുക്ക് ലാസ്റ്റിൽ ആ 4th സൈഡും നമുക്ക് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കർച്ചീഫ് റെഡിയായി. കണ്ടോ, നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഈ പാർട്ട് ഈ കർച്ചീഫിൻ്റെ റോങ് പോർഷനാണ്. അപ്പോൾ നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കുമ്പോഴാണ് നമ്മുടെ റൈറ്റ് പോർഷൻ നമുക്ക് കിട്ടുന്നത്. കണ്ട, ഇതാണ് റൈറ്റ് സൈഡ്. അപ്പോൾ ഞാനിവിടെ വൈറ്റ് കളർ ത്രെഡ് ഇട്ട് സ്റ്റിച്ച് ചെയ്തത് കൊണ്ട് അത് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ നിങ്ങളിത് സെയിം കളറിൽ തന്നെ ത്രെഡ് എടുത്ത് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതൊന്നും കാണാതെ നീറ്റായിട്ടൊരു കർച്ചീഫ് കിട്ടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. താങ്ക്